വയനാട്ടിലെ ജനങ്ങൾക്കായി അവരുടെ എം പി പ്രിയങ്ക ഗാന്ധി നൽകിയ കലണ്ടറിനെ കളിയാക്കി പണിമേടിച്ചിരിക്കുകയാണ് CPM സഖാക്കന്മാർ. രാഹുൽ ഗാന്ധി വയനാട് എം പി ആയ കാലഘട്ടം മുതൽ എല്ലാ വർഷവും വയനാട് നിയോജക മണ്ഡലം ആസ്പദമാക്കി വ്യത്യസ്തമായ കലണ്ടറുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇക്കാലം അത്രയും നൽകിയിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി വയനാട് നിയോജക മണ്ഡലത്തിൽ വന്നതിന് ശേഷം വയനാടുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കലണ്ടറാണ് അവതരിപ്പിച്ചത്. പിന്നാലെ ട്രോളുകളിലൂടെ പ്രിയങ്കയെ അപമാനിച്ചതോടെ സംഭവിച്ചത് മറ്റൊന്നാണ്. കലണ്ടറിന്റെ ജനപ്രീതി കുത്തനെ കൂടിയിരിക്കുകയാണ്. ഒരു കലണ്ടർ ചോദിച്ച് വയനാടിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് MP ഓഫീസിലേക്ക് 100 കണക്കിന് ഫോൺ കോളുകളാണ് എത്തുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി 25,000 കോപ്പികൾ കൂടി അധികമായി അടിക്കുവാനുള്ള ആലോചനയും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റതിനുള്ള വേദന, നിരാശ എല്ലാം പ്രിയങ്ക ഗാന്ധിയെ മോശമാക്കി ചിത്രീകരിച്ച് അതുവഴി ആശ്വസിക്കുകയാണ് CPM-കാർ ചെയ്തത്. വയനാട് ദുരന്തബാധിതർക്ക് സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടുകളിൽ തൂക്കിയിടാൻ കലണ്ടർ പ്രിയങ്ക ഗാന്ധി സൗജന്യമായി നൽകും എന്നതടക്കമുള്ള പരിഹാസങ്ങൾ സൈബർ ഇടങ്ങളിൽ നിറയുന്നുണ്ട്. സർക്കാർ നിർമ്മിച്ച് നൽകുന്നുവെന്ന CPM അവകാശപ്പെടുന്ന വീടുകളുടെ ആകെ തുകയിൽ 20 കോടി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെയുമുണ്ട്. 10 കോടി ഇപ്പോൾ കർണാടക സർക്കാർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വയനാട് നിന്ന് ജനപ്രതിനിധിയായ പ്രിയങ്ക ഗാന്ധി കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മാത്രം ലഭിച്ചതാണ് ഈ 20 കോടി രൂപ എന്നിരിക്കെ വീട് CPM-ന്റെ കുത്തകയാണെന്ന് പറയുന്നവരുടെ വായടപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കൈത്താങ് പദ്ധതിയിലൂടെ കോൺഗ്രസ് ഇതുവരെ പണി പൂർത്തീകരിച്ച 100 വീടുകളിലും തൂക്കിയിടാൻ കലണ്ടർ പ്രിയങ്ക ഗാന്ധി നൽകുമെന്നും കോൺഗ്രസ് വെല്ലുവിളിക്കുന്നുണ്ട്. വയനാട് ചീരാൽ മുണ്ടക്കൊല്ലിയുടെ ഉസൈൻ ബോൾട്ട് എന്ന് അറിയപ്പെടുന്ന വിഷ്ണുവിന് നാട് നൽകിയ സ്വീകരണ ചടങ്ങിൽ അന്നത്തെ സംസ്ഥാന പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ വിഷ്ണുവിന് സ്വന്തമായി വീടും സ്ഥലവും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. വിഷ്ണുവിന് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ 2023-ൽ രാഹുൽ ഗാന്ധി കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും UDF 4 സെന്റ് സ്ഥലം വാങ്ങി നൽകുകയും അതിമനോഹരമായ വീടിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലും പ്രിയങ്ക ഗാന്ധി നൽകുന്ന കലണ്ടർ ഇടം പിടിക്കുമെന്നാണ് കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ വികസനം, ആദിവാസി ക്ഷേമം ഇവയെ മുൻനിർത്തിയുള്ള പ്രവർത്തനം കാര്യക്ഷമമായി പ്രിയങ്ക നടത്തിവരുന്നുണ്ട്. വയനാട് നിയോജക മണ്ഡലത്തിലേക്ക് ഇതുവരെ 7.5 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൽ 6.5 കോടി രൂപയ്ക്കും ഭരണാനുമതി ഇതിനകം ലഭിച്ചു എന്നത് വസ്തുതയാണ്. ഈ ഭരണാനുമതി ലഭിച്ച പ്രവർത്തികളിൽ ഭൂരിപക്ഷം പ്രവർത്തികളും പൂർത്തീകരിച്ചു എന്നതും കാണാൻ സാധിക്കും. ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ MP ഓഫീസിൽ ലഭ്യമാണ്. MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ചെലവഴിക്കുന്നതിൽ ഇന്ത്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് വയനാട് MP ആണ്. അങ്ങനെയുള്ള MP-യെ ഒരു കലണ്ടറിന്റെ പേരിൽ CPM അപമാനിക്കുകയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചരക്കൊല്ലിയിലെ രാധ കൊല്ലപ്പെട്ടപ്പോൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. അന്ന് മുതൽ കേൾക്കുന്നതാണ് വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും അപര്യാപ്തത. ഉടൻ തന്നെ MP ഫണ്ടിൽ നിന്ന് വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന പശു അടക്കമുള്ള വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ ഒരു ആംബുലൻസ് അനുവദിച്ചു. പിന്നീട് വെറ്റിനറി സർജനായ ഡോക്ടർ അരുൺ സക്കറിയും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയും ഉൾപ്പെടുന്ന RRT സംഘത്തെ മുത്തങ്ങയിൽ വെച്ച് കാണുകയും ദീർഘനേരം അവരോടൊത്ത് സംവദിച്ച് കാര്യങ്ങൾ പഠിച്ച് വന്യജീവി ആക്രമണങ്ങളുടെ തോത് കുറയ്ക്കുന്നതിനു വേണ്ടി അത്യാധുനിക വാഹനങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങൾ RRT അംഗങ്ങൾ പറഞ്ഞതനുസരിച്ച് 1 മാസത്തിനുള്ളിൽ ലഭ്യമാക്കാനും സാധിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ നേട്ടമാണെന്നും കോൺഗ്രസ് എണ്ണി പറയുന്നുണ്ട്. ഇതിനെല്ലാം ഒടുവിലാണ് കലണ്ടറിൽ തൂങ്ങി പ്രിയങ്കയെ അപമാനിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. എന്നാൽ അത് തിരിച്ചടിയാണെന്ന് മാത്രമല്ല 25,000 കോപ്പി കൂടി കൂടുതലടിക്കുന്ന ലെവലിലേക്ക് കലണ്ടർ മാറുകയും ചെയ്തതായി കാണാൻ സാധിക്കും.